ഹായ്. നമ്മുടെ ഇടയിലുള്ള ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു രോഗമാണ് ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഹീൽ പെയിൻ. അത്രക്കാർക്ക് വേണ്ടി കുറച്ച് ടിപ്പ് പറഞ്ഞുതരാം. ആയുർവേദത്തിൽ ഇതിനെ വാതകണ്ഠകം എന്നാണ് പറയുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഹീൽ പെയിന്. അതിൽ പ്രധാന കാരണമാണ് ബോഡി വെയിറ്റ്. നിങ്ങൾക്കറിയാലോ, ഈ നമ്മുടെ അപ്പർ ബോഡി വെയിറ്റ് രണ്ട് കാലിലേക്ക് ഈക്വലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതില്ലാതെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാലിലേക്ക് ഒരു പ്രഷറിന്റെ വ്യത്യാസം വരും. ഇങ്ങനെ പ്രഷർ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ കാലിലെ ആംഗിൾ ജോയിന്റിൽ കാൽക്കേനിയം എന്ന് പറഞ്ഞിട്ടൊരു ബോണുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ബോണാണത്. കാൽക്കേനിയം എന്ന് പറഞ്ഞാൽ ഈ ബോണിൽ നല്ലോണം പ്രഷർ വരും. അങ്ങനെ പ്രഷർ വരുന്ന സമയത്ത് അവിടെ കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പർ ഫോം ചെയ്യും. അതിനാണ് കാൽക്കേനിയസ് സ്പർ എന്ന് പറയുന്നത്. അത് ഏതാണ്ട് ഈ രീതിയിലാണ് വരിക. കണ്ടില്ലേ? അൺഈവൻ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ കൂടെ നടക്കുന്ന ആൾക്കാരിലും അതുപോലെ തന്നെ വളരെ ടഫ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ, പിന്നെ ഒരുപാട് നടക്കുക, ഒരുപാട് ഓടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആയുർവേദത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാതദോഷം കൂടാൻ കാരണമാവുന്നുണ്ട്. ഇത് തന്നെയാണ് അവിടെ വേദന തോന്നാനും കാരണമാവുന്നത്. നമ്മുടെ ഈ കാല് പതിയുന്ന സ്ഥലം അല്ലെങ്കിൽ കോണ്ടാക്ട് സർഫസ് വളരെ സോഫ്റ്റ് ആക്കുക എന്നുള്ളതാണ് ഇത്തരംകാര് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അതിന് ഇപ്പൊ ഒരുപാട് ചെരുപ്പുകൾ അല്ലെങ്കിൽ ഷൂസുകളൊക്കെ കിട്ടാറുണ്ട്. സോഫ്റ്റ് സർഫസുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് പാഡുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ചെരുപ്പും ഷൂസും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇങ്ങനെ വേദന അനുഭവിക്കുന്ന ഒട്ടുമിക്ക പേരുടെയും കാലിന്റെ അടിയിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവാറുണ്ട്. അത്രക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പും കൂടിയുണ്ട്. ഒരു ബക്കറ്റിൽ ചൂടുവെള്ളവും ഒരു ബക്കറ്റിൽ തണുത്ത വെള്ളവും വെക്കുക. എന്നിട്ട് നമ്മുടെ കാല് മാറി മാറി രണ്ട് ബക്കറ്റിലും വെക്കുകയാണെങ്കിൽ നീർക്കെട്ടിനും അതുപോലെ തന്നെ വേദനയ്ക്കും ഒരു ശമനം കിട്ടാറുണ്ട്. നേരത്തെ പറഞ്ഞ ടിപ്പ് കൊണ്ടൊന്നും നിങ്ങളുടെ അസുഖം മാറിയിട്ടില്ലെങ്കിൽ ആയുർവേദത്തിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. വാതദോഷത്തെ കുറയ്ക്കുന്ന മരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കുക, വിവിധ തരത്തിലുള്ള ഓയിലേഷൻ, സ്വേദന തെറാപ്പികൾ, പിന്നെ രക്തമോഷം അഥവാ ബ്ലഡ് ലെറ്റിങ്, പിന്നെ അഗ്നികർമ്മം, ശലാക കൊണ്ടുള്ള അഗ്നികർമ്മം, ഇതൊക്കെ ആയുർവേദത്തിൽ നമ്മൾ ചെയ്തു വരുന്ന ചികിത്സകളാണ്.